ശ്രീ വി ഡി സതീശൻ സർക്കാരിൻ്റെ രണ്ടാമത്തെ ക്യാബിനറ്റിൽ സിൽവർ ലൈൻ പദ്ധതി അവസാനിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ തീരുമാനം, അതൊരു നോട്ടിഫിക്കേഷനായി ഇറക്കിയ വാർത്ത സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തിയിട്ടുള്ള ആളുകളെ ആശ്വസിപ്പിക്കുന്നതാണ്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് വികസന കാര്യങ്ങളിൽ ആ സർക്കാർ എടുത്ത പല തീരുമാനങ്ങളും ആരോഗ്യകരമാണെങ്കിൽ പോലും സിൽവർ ലൈനെ പോലെയുള്ള വലിയ പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ അപകടപ്പെടുത്തുമെന്നും ചുരുക്കം യാത്രികരുടെ മാത്രം വേഗത വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാകുമെന്നും പതിനായിരക്കണക്കിന് ആളുകളുടെ കിടപ്പാടം നഷ്ടപ്പെടുമെന്നും ഒക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അതിനെ ലാഘവ ബുദ്ധിയോടെ അപ്പക്കച്ചവടത്തിൻ്റെ പേരിൽ ന്യായീകരിക്കാൻ CPM-ന്റെ നേതാക്കന്മാർ നടത്തിയ ശ്രമങ്ങൾ ആ പാർട്ടിക്ക് വലിയ നഷ്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെന്ന് അവർ ഇപ്പോഴെങ്കിലും സമ്മതിക്കും. അവിടെയാണ് ശ്രീ വി ഡി സതീശൻ ജനങ്ങളുടെ വികാരം അന്നേ മനസ്സിലാക്കുകയും ഇപ്പോഴിതാ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകളുടെ അതുമായി ബന്ധപ്പെട്ട് സമരങ്ങളിൽപ്പെട്ട കേസുകളിൽ കുരുങ്ങിയ ആളുകളെ രക്ഷിക്കാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മലയാളികൾക്ക് വേഗത്തിൽ യാത്ര ചെയ്യാൻ അവസരം ഉണ്ടാകരുതെന്നല്ല, മറിച്ച് ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ശക്തമാക്കുവാനും ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ വേഗത്തിൽ യാത്ര ചെയ്യാനുള്ള പുതിയ പദ്ധതികൾ ജനങ്ങളും സതീശൻ മന്ത്രിസഭയും അന്വേഷിക്കുമെന്നും ഈ അവസരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. യാത്രയുമായി ബന്ധപ്പെട്ട് യാത്രയുടെ വേഗത വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ കേവലമായ യാത്രയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെയാണ് പരമാവധി ചെലവ് ചുരുക്കുന്ന രീതിയിൽ സാധാരണ ജനങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടാത്ത രീതിയിൽ പ്രകൃതിക്ക് ആഘാതമുണ്ടാക്കാത്ത രീതിയിൽ വേണം കാര്യങ്ങളെ തീരുമാനിക്കാനെന്ന് CPM-നെ പോലെയുള്ള പാർട്ടികൾ കേരളത്തിന് പുറത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും പിണറായി സർക്കാരിന് ബാധകമല്ല എന്ന ഇരട്ടത്താപ്പ് കൂടി പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചതിൻ്റെ തിരിച്ചടി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഇപ്പോൾ അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ആ തെറ്റ് തിരുത്താനുള്ള ആർജവം സതീശൻ മന്ത്രിസഭ കാണിച്ചിരിക്കുന്നത്.